ബി.ജെ.പി. മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയും ഭീകര പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും നടക്കുന്നത്. അത് സർക്കാർ പരാജയമല്ലേ? അഥവാ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ചെങ്കോട്ടന്റെ അടുത്താണ് കഴിഞ്ഞ ദിവസം വലിയൊരു സ്ഫോടനം നടന്നത്. അതിന്റെ വീഡിയോസുകൾ ഇവിടെ പുറത്തുകൂടെ വന്നപ്പോൾ പല വീഡിയോസിലും ഇതുപോലെയുള്ള കമന്റുകളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ സാധിച്ചു. അഥവാ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള മുസ്ലിംസുകൾ എഴുതി വിടുന്ന ഓരോരോ കമന്റുകളാണ്. അഥവാ ബി.ജെ.പി. ആർ.എസ്.എസ്. ഭരണത്തിൽ വന്നതിന് ശേഷമാണ് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. ഞാൻ ഇവിടെ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം മാത്രമാണ്. ഹിന്ദുക്കളാണോ, ക്രിസ്ത്യാനികളാണോ, ബി.ജെ.പിക്കാരാണോ, ആർ.എസ്.എസ്കാരാണോ ഈ ഒരു സ്ഫോടനം ഇവിടെ നടത്തിയത്? സ്ഫോടനം ഇവിടെ നടത്തിയത് ആരാടാ? ഇവിടെ നടത്തിയത് ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള തലയിൽ തൊപ്പിട്ടിട്ട് ഇവിടെ നടക്കുന്ന ജിഹാദികളെ, അഥവാ മുസ്ലിംസുകളായിട്ടുള്ള ജിഹാദികളെ, ഈ കാണുന്ന ആൾക്കാരെ, ഈ തീവ്രവാദികളല്ല ഇത്രയും വലിയ സ്ഫോടനം ഇവിടെ നടത്തിയത്. ഇതിൽ എന്ത് പങ്കുണ്ട് മറ്റു മതക്കാർക്ക് അല്ലെ മറ്റു രാഷ്ട്രീയക്കാർക്ക്? ഇതിൽ എന്ത് പങ്കുണ്ട്? ഇന്ത്യ ഇല്ലാതാക്കുന്നത് ഇന്ത്യക്കകത്തുള്ള ആൾക്കാർ തന്നെയാണ്. ഇവനെ പോലെയുള്ള മുസ്ലിംസുകളായിട്ടുള്ള ആൾക്കാര്. ഇവിടെ എന്താ മുസ്ലിംസുകൾക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ? മറ്റു മതക്കാർക്കും ഇവിടെ ജീവിക്കണ്ടേ? ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇത്രയും ആൾക്കാരാണ് കൊന്നു കളഞ്ഞാൽ നാളെ സ്വർഗത്തിലേക്ക് നേരെ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെ കയറി പോകാൻ വേണ്ടി പറ്റും എന്ന് കരുതിയിട്ടാണോ മറ്റു മതക്കാരെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെ നോക്കുന്നത്? അവിടെ കൊല്ലപ്പെട്ട ആൾക്കാരിലെ ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, മുസ്ലിംസുകളെ, മറ്റു മതക്കാരെ, മതമുള്ളവര്, മതമില്ലാത്തവർ, ഇങ്ങനെ പല ജാതി മനുഷ്യരും അവിടെ നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിലെ പല ജാതി മനുഷ്യരുണ്ട്. അപ്പൊ ഇവരുടെ ലക്ഷ്യമൊക്കെ എന്താണ്? ഇന്ത്യ ഭരിക്കുന്നത് ബി.ജെ.പി. ആയത് കാരണം കൊണ്ട് ബി.ജെ.പിയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും വലിയ സ്ഫോടനങ്ങൾ ഇവിടെ നടത്തുന്നത്? ഇത്രയും വലിയ തീവ്രവാദം ഇവിടെ നടത്തിയിട്ട് വരെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന പല മുസ്ലിംസുകളെയും ഇവിടെ കാണാൻ വേണ്ടി ഇവിടെ സാധിച്ചേ. ഞാനൊരു മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ സംസാരിക്കുന്ന മുസ്ലിംസുകളായിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ചൂണ്ടിട്ട് ഇവിടെ പറയുന്നത് നിങ്ങളും മത തീവ്രവാദികളാണ്. ഓക്കെ, അവരുടെ കൂട്ടത്തിൽ നിങ്ങളും പെടും. ഇവിടെ മനുഷ്യരെല്ലാവരും ഇവിടെ ഒന്നാണ്. രാഷ്ട്രീയം ഏതാവട്ടെ, ജാതി ഏതാവട്ടെ, മതം ഏതാവട്ടെ, മനുഷ്യർ ഒന്നാണ്. ഇന്ത്യയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാർ ആര് തന്നെ ആയാലും ശരി, അവരെ കൊന്നുകളയണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ആൾക്കാർ വീണ്ടും വളർന്നുകൊണ്ടേ ഇരിക്കും ചെയ്യും. ഇവനെ പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? ഇന്ത്യയെ തകർത്ത് തരിപ്പണാക്കിയിട്ട് അങ്ങോട്ട് കൈലങ്ങടാക്കി തരും. മറ്റു മതസ്ഥർക്ക് ജീവിക്കാൻ സമാധാനം ഇല്ലാത്ത കോലത്തിൽ ഇവനെ പോലെയുള്ള മതം തലക്ക് പിടിച്ച മതഭ്രാന്തന്മാരെ, അഥവാ തലയിൽ തൊപ്പിട്ടിട്ട് നടക്കുന്ന മതഭ്രാന്തന്മാരെ ജീവിക്കാൻ വേണ്ടി ഇവിടെ സമ്മതിക്കൂല. ഇവിടെ എല്ലാവർക്കും ഇവിടെ ജീവിക്കണ്ടേ? ഇവരെ പോലെയുള്ള നീർക്കട്ടന്മാർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയാ? ഇവർക്ക് എത്ര പ്ലാൻ ചെയ്തിട്ടാണ് ഇത്രയും വലിയ സ്ഫോടനം ഇവിടെ നടത്തിയിട്ടുള്ളത്? ഒരു കാറിലെ ഫുള്ളും സ്ഫോടന വസ്തുക്കളോട് കൊണ്ടുവന്ന് അവിടെ നിർത്തുന്നേ. അവരെന്ത് ചെയ്യുന്നത്? ഒന്നും തന്നെ അറിയാതെ അവരുടെ ഇറങ്ങി പോകുന്നേ. കുറച്ച് നേരം ഇവിടെ കഴിയുമ്പോൾ എന്ത് ചെയ്യണേ? ആ കാറോടെ പൊട്ടിത്തെറിക്കുന്നേ, തൊട്ടടുത്തുള്ള വണ്ടികളിലേക്ക് തീ പിടിക്കുന്നേ. ഒന്നും തന്നെ അറിയാത്ത പാവപ്പെട്ട ഒരുപാട് മനുഷ്യർ അവിടെ കൊല്ലപ്പെടുന്നേ. മറ്റു രാജ്യത്തുള്ള തീവ്രവാദികളെ കൊന്നു കളയുന്നതിനേക്കാൾ മുന്നേ ഇന്ത്യന്റെ അകത്തുള്ള തീവ്രവാദികളാണ് ആദ്യം ഇവിടെ കൊന്നുവിടെ കളയേണ്ടത്. അതും ഇത്രയും വലിയൊരു ഭീകര ആക്രമണം ഇവിടെ നടത്തിയത് ആരാണെന്ന് അറിയോ? ഓരോ മനുഷ്യരും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കുന്ന ഡോക്ടേഴ്സ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടാ. ഡോക്ടർമാരാണ്. പലവരുടെ കമന്റ് ഇവിടെ കണ്ടു. എന്താണ് കമന്റ് എന്നറിയോ? ഇങ്ങനെ കാണുക എന്നുണ്ടെങ്കിൽ മുസ്ലിം ഡോക്ടർമാരുടെ അടുത്തേക്ക് മറ്റു മതക്കാരി എങ്ങനെ ഇവിടെ പോകും എന്നുള്ളത്.